പേഴ്സണലി എനിക്ക് ആ കുട്ടിയോട് ഒരു ഗ്രഡ്ജും കാര്യങ്ങളും ഇല്ല, അതവിടെ നിൽക്കട്ടെ. സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം. ആ കുട്ടി പറഞ്ഞത് ജാസി തുണി പൊക്കി കാണിച്ചു എന്നാണ്. അപ്പോൾ ഈ തുണി പൊക്കി കാണിച്ചു എന്ന് പറയുമ്പോൾ, ഹലോ ജാസി, ഇന്നലെയല്ലേ അമ്മച്ചി നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത്? വീണ്ടും സ്വന്തം യൂട്യൂബ് ചാനലിൽ അടുത്തൊരു വീഡിയോ ഇട്ട് എക്സ്പ്ലനേഷൻ നടത്തി വീണ്ടും നാറാൻ വേണ്ടിയിട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ വീഡിയോ ഇടും, ഇതിന് മറുപടി ആയിട്ട് എന്തായാലും ഹെലൻ വരും. നിങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ മറുപടി ഇട്ട സ്ഥിതിക്ക് എന്തായാലും മറുപടി ആയിട്ട് ഹെലൻ വരും. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ജാൻമണി അതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് ഹെലനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഉളുപ്പില്ലാത്ത തള്ളമാർ, അത്രേ പറയാനുള്ളൂ. ഒരു ഉളുപ്പും ലാവിന് ലൈസൻസും ഇല്ലാത്ത പിഴച്ച തള്ളമാർ, അവരെ ഇമാതിരി വർത്തമാനങ്ങൾ പറയത്തുള്ളൂ. കുറച്ചൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ട്രാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഈവൻ ട്രാൻസ് വന്ന ആൾക്കാരൊക്കെ ഇതേപോലെ തുണി പൊക്കി കാണിക്കുന്നവരാണോ? അല്ലെങ്കിൽ ജാസി അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ഞാൻ ഒന്നും പറയില്ല, ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിലും പെടുന്ന വ്യക്തിയല്ല, ഞാൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിനും ഉള്ള ഒരാളല്ല, ഒന്നുമല്ല. ഞാനായിട്ട് ജീവിക്കുന്നു, ഞാനായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പുറത്ത് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ എന്താണ് ഹൈദരാബാദ് അല്ലെങ്കിൽ ഗുജറാത്ത് അങ്ങനെ വലിയ വലിയ യാത്രകൾ ചെയ്യുമ്പോൾ ഈ ട്രെയിനിൽ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഒന്ന് പറഞ്ഞിട്ട് തുണി പൊക്കി കാണിക്കും. അപ്പൊ ജാസി അത്തരം ഒരു പ്രവൃത്തിയാണ് ചെയ്തത്, അല്ലെങ്കിൽ ജാസി അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ഒരാളാണെന്ന് കുറെ ആൾക്കാരൊക്കെ വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് ഇതിൽ കഥ അറിയാതെ ഈ ആട്ടം കാണുന്ന കുറച്ച് ആൾക്കാര്. ഇവിടെ ആൾക്കാർ പറഞ്ഞേക്കുന്നത് പെണ്ണാണ്, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് പെണ്ണാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും തൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടുകൾ, അതാണിപ്പോൾ ചെസ്റ്റ് ആണെങ്കിലും ഡൗൺ ആണെങ്കിലും അത് വേറൊരു പെണ്ണിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുതിരത്തില്ല. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പണി ചെയ്തതിനെ ഞങ്ങൾ വിമർശിച്ചു എന്നല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആരും അത് ചെന്ന് എത്തിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഞാൻ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് റിവീൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അത് എനിക്ക് ഇനിയിപ്പോ ജാസി ഡൗൺ ആണോ ചെയ്തത്, ജാസി ബ്രസ്റ്റ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ ജാസി വേറെ എന്തിനാണോ ചെയ്തത്, താല്പര്യമില്ല എനിക്ക് പറയാൻ. അത് ഞാൻ വളരെ എന്താ പറയാ, എന്റെ ലൈഫിൽ വളരെ ഒരു റെസ്പെക്ട് കൊടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ അതേപോലെ തന്നെ നിൽക്കുന്നത്. ഈ ഇത്രയ്ക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അത്രയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കണമായിരുന്നോ? അല്ലാണ്ട് പബ്ലിക്കിൽ കൊണ്ടുവന്ന ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറകെ പ്രശ്നങ്ങളും വിഷയങ്ങളും വരുമ്പോൾ ഇമാതിരി തൊലിഞ്ഞ ഡയലോഗ് പറയാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സർജറി കഴിഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ട് ഒരു പെണ്ണായി, തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞ് സാഡ് BGM ഇട്ടിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ പേഴ്സണലായിട്ടൊരു നടന്നൊരു കാര്യം അത് നിങ്ങൾ പേഴ്സണലായിട്ട് വെച്ചായിരുന്നെങ്കിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കുമായിരുന്നോ? ആരെങ്കിലും ഇതിൻ്റെ പിറകെ നടക്കുമായിരുന്നോ? ആരെങ്കിലും ഇത് അറിയുമായിരുന്നോ? ഇല്ല. നിങ്ങൾ തന്നെ കൊണ്ടിട്ടിട്ട് ഒരുമാതിരി മറ്റേടത്തെ വർത്താനം ഇപ്പൊ പറയുന്നത് എവിടുത്തെ മര്യാദയാണെന്ന് ജാസി താത്ത ഒന്ന് ആലോചിക്കണം. താത്ത ട്രാൻസുകള് ഒന്നെങ്കിൽ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോട്ടം സർജറി ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടാ ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടോ ഞാൻ ചെയ്ത് ബ്രസ്റ്റ് സർജറി മാത്രമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഡൗൺ സർജറി മാത്രമാണ് ഏതെങ്കിലും ട്രാൻസ് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാൻസ് നിങ്ങൾ പറയേ നിങ്ങൾ ചെയ്ത സർജറിയെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ പുഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ജാസി ചെയ്ത സർജറി എന്താണെന്നും ജാസി ചെയ്ത സർജറികൾ എന്താണെന്നും ജാസിനെ കൊണ്ട് പറയുന്നത് നിങ്ങൾ ഇത്ര മനപ്പെടുന്നത് ചില ആൾക്കാരിട്ടോ. ഒരു ട്രാൻസ്ജെൻഡേഴ്സും അവരുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ട് ഞാൻ സർജറി ചെയ്യാൻ പോവാണേ, നിങ്ങളെ പ്രാർത്ഥിക്കണേ, നിങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് ജാസി താത്ത മാത്രമാണ്. അപ്പം പിന്നെ ജാസി താത്ത പറഞ്ഞ കാര്യം നമ്മൾ ചോദിക്കുന്നതിൽ എന്താ ജാസി താത്ത തെറ്റ്? ചെയ്ത റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ച് ചോദിക്കുന്നു. ഞാൻ റെനെ മെഡിസിറ്റിക്കെതിരെ കംപ്ലൈന്റുമായിട്ട് പോകുന്നുണ്ട്. അതിന് ഒഫീഷ്യലി ഡോക്ടറും ഡോക്ടർ അസിസ്റ്റന്റിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞത് ജാസി മേഡം വന്ന് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ അങ്ങനെ ഒരു ഇത് പോയിട്ട് അവർ വിത്ത് പ്രൂഫുള്ള വീഡിയോസ് അവർക്ക് സ്റ്റാഫിനെ കൊണ്ട് സംസാരിക്കുന്ന വിത്ത് പ്രൂഫുള്ള വീഡിയോസ് അവർ എന്റെ കൈ സേവ് ചെയ്ത് വെച്ച് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ അതിന് നല്ലൊരു നടപടി തന്നെ ഞങ്ങൾ എടുത്തോളാം. പിന്നെ ചില ജാസി വന്നിട്ട് വേറെ എന്തോ സർജറിക്ക് അല്ലെങ്കിൽ വേറെ എന്തോ അസുഖത്തിന് മരുന്ന് വാങ്ങാനാണ് ജാസി ഒരു സർജറി ചെയ്തിട്ടാണ് കുറെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഈ ജാസി താത്തയുടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ മണ്ടത്തരം കാണിക്കരുത്. കാരണം നിങ്ങൾ ഈ റെനെ മെഡിസിറ്റിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വേണമെങ്കിൽ കേസ് കൊടുക്കാം. കാരണം
ജനങ്ങളെ ആ ഹോസ്പിറ്റലിൻ്റെ പേരും വെച്ച് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കും കേസ് കൊടുക്കാം. അത് അമ്മച്ചിക്ക് അറിയാവോ? ഞാൻ എന്നെ ജാസി ഒരു സർജറി ചെയ്തിട്ടില്ല, ജാസി ഇതാന്ന് പറഞ്ഞാൽ ആ വോയിസ് ക്ലിപ്പ് ഇറക്കി തരാനോ അല്ലെങ്കിൽ റെനെ മെഡിസിറ്റിക്ക് ഒരാൾ വിളിക്കുമ്പോൾ ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ അത് പറയാണ്, അത് ചോദിക്കാത്ത കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ആ വോയിസ് ഉണ്ട് റെനെ മെഡിസിറ്റിയിൽ ജാസിമേ ചെയ്ത സർജറി എന്താ ഞാൻ അറിയില്ല, പക്ഷെ ഇവിടെ ഡൗൺ സർജറി ഇല്ല. നോട്ട് എ പോയിന്റ്, ഡൗൺ സർജറി ഇല്ല. റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ചെയ്ത ട്രാൻസ് വുമൻസിനെ എനിക്കറിയാം. അപ്പോൾ റെനെ മെഡിസിറ്റിയിൽ ഡൗൺ സർജറി ഇല്ല എന്ന് പറയുമ്പോൾ റെനെ മെഡിസിറ്റിയിലെ ഡൗൺ സർജറി ചെയ്ത ട്രാൻസുകൾ ഫുൾ സർജറി ചെയ്തവരല്ലേ? അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയണമായിരുന്നു ഇവിടെ ഡൗൺ സർജറി ഉണ്ടായിരുന്നു, മുന്നേ അനിനെ അലക്സിന്റെ ഇഷ്യൂ കൂടിയിട്ട് അത് ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഡൗൺ സർജറി ആൾക്കാരൊക്കെ ഇപ്പോൾ ഡൗൺ സർജറി ചെയ്യാണ്ട് ബ്രസ്റ്റ് സർജറി മാത്രം ചെയ്ത് നടക്കുന്നതല്ലേ പുറത്തുള്ള ആൾക്കാർ വിചാരിക്കാം, ആണോ അല്ലേ നിങ്ങൾ പറയാം. അപ്പോൾ ഡൗൺ സർജറി ഉണ്ടായിരുന്നു ഗൈസ് അവിടെ. ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് ഇല്ല, കുറച്ച് ഇഷ്യൂ കാരണം ഡൗൺ സർജറി ഇല്ല എന്നുള്ള ആ ക്ലാരിറ്റിയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഡൗൺ സർജറി ഇല്ല എന്ന് പറഞ്ഞ ആ റിസർച്ച് ആരാണ്? അവര് ജാസി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഡൗൺ സർജറി ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഈ ഹോസ്പിറ്റലിൽ ഡൗൺ സർജറി ഇല്ല എന്നാണ് പറഞ്ഞത്. അവിടെ അനന്യ എന്ന് പറയുന്ന ഒരു ആളുടെ ഇഷ്യൂ വന്നതിന് ശേഷം അവിടെ ഡൗൺ സർജറി ചെയ്യാറില്ല. ഈ സംശയം എങ്ങനെയാണ് വന്നത്? നിങ്ങൾ ബെഡിൽ കിടന്ന് നന്നായിട്ട് അങ്ങ് അഭിനയിച്ചായിരുന്നല്ലോ. ആ അഭിനയിച്ച സമയത്ത് ആ ഹോസ്പിറ്റലിൻ്റെ പേര് അവിടുത്തെ ബെഡ്ഷീറ്റിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റെനെ മെഡിസിറ്റിയിലോട്ട് ആൾക്കാർ വിളിച്ചത്. അല്ലാണ്ട് അവിടെയുള്ള സ്റ്റാഫ് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ ജാസി സർജറി ചെയ്തോ, ഇവിടെ ഡൗൺ സർജറി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ വ്യക്തി പൊക്കി കാണിച്ചു കൊടുത്തു പറഞ്ഞ വ്യക്തിയോടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്, 100% ഒരു ഗ്രഡ്ജുമില്ല, ഒരു ദേഷ്യമില്ല. നീ ഫ്രണ്ട്ഷിപ്പ് നിർത്തി എന്ന് പറഞ്ഞപ്പോൾ തീർന്നു പ്രശ്നം. പക്ഷെ നീ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഗ്രഡ്ജും കൊണ്ട് പോയി കഴിഞ്ഞാലേ അവളുടെ വായിലിരിക്കുന്നത് അമ്മച്ചി വീണ്ടും കേൾക്കും, അത്രേ ഉള്ളൂ. എന്താ കുട്ടി കാണിച്ചത്? ഇത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് പഠിച്ചപ്പോൾ ഞാൻ പറയാം. ഞാൻ ഈ കുട്ടിയെ ഞാനാണ് വിളിച്ചത്. ഈ കുട്ടിയുടെ നല്ല ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് വിളിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ വിളിച്ചത്. അത് മാത്രമല്ല, ഇപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 2 ദിവസം കഴിഞ്ഞില്ലേ, ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ റീൽസിന് വന്ന് ലൈക്ക് അടിച്ച വ്യക്തിയാണ് ഈ പറയുന്ന വ്യക്തി. അറിയില്ല, അത് അറിയില്ല. ഓക്കെ, അത് നിൽക്കട്ടെ. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോകുന്നതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിന് സത്യാവസ്ഥ ഞാൻ പറയണം. മോണെങ്കിൽ ഇതിന്റെ ദേഷ്യം ഉണ്ടായിട്ട് പറയില്ല, പക്ഷേ സത്യങ്ങൾ ഇത് അറിയണം. നീ പൊക്കി കാണിച്ചു കൊടുത്തത് പറഞ്ഞത് റോങ് ആയിപ്പോയി. ഞാൻ നിങ്ങൾക്ക് പൊക്കിയില്ല കാണിച്ചത്. ഞാൻ ബെഡിൽ കിടക്കുക എന്റെ സർജറി കഴിഞ്ഞ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ റൂമിലേക്ക് വന്നതിന് ശേഷം അത് കോൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു സർജറി ആയിട്ട് 4ാമത്തെ ദിവസമാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. വിത്ത് എന്റെ സ്റ്റിച്ചിലുള്ള പേഡ്, വൈറ്റ് പേഡ് അതടക്കം എന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വീട്ടിൽ വന്നിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഡോക്ടർ 2 വീക്ക് കഴിഞ്ഞാൽ ഡോക്ടറെ വീണ്ടും കാണാൻ വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞത്. കാരണം ഇത് ഊരാനും വിത്തനുള്ളിൽ വരെ പഴുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ ചെല്ലാൻ വേണ്ടി പറഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ടായിരുന്നു. അതാണ് ഇത് ട്രാക്ക് ചെയ്ത് പറയാൻ കാരണം. അപ്പോൾ ആ സമയത്ത് ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ കിടന്നിട്ട് ഇവിടെ ഈ ബെഡിൽ ഇതേപോലെ കിടക്കുന്ന സമയത്ത് കുറച്ച് എണീറ്റ് നിന്നിട്ട് ഇവിടെ ഒരു കല്യാണം ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ കുട്ടിയുടെ വാട്സ്ആപ്പ് കോൾ സംസാരിക്കുമ്പോൾ നോർമൽ കോൾ ആയിരുന്നു, വീഡിയോ കോൾ അല്ല. നോർമൽ കോൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, മോളെ എന്താണ് നിങ്ങളൊന്നും വിശ്വസിക്കാത്തത്? അറ്റ്ലീസ്റ്റ് നമ്മൾ അത്രയും വലിയൊരു പ്രോസസ് സർജറി ചെയ്ത് പെയിനും അനുഭവിച്ച് നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ സർജറി ചെയ്തിട്ടില്ല, സർജറി ഇല്ല എന്ന് പറയുമ്പോൾ പേഴ്സണലി നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം. ഞാൻ അവിടെ കൊണ്ട് ഞാൻ റെമഡിസിറ്റി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഞാൻ വെട്ടി മുറിച്ചിട്ടത് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലേക്ക് കയറ്റി വെച്ചത് ഞാൻ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതല്ല. ഇങ്ങനെ കേട്ടുമ്പോൾ എനിക്ക് സൈറ്റാണ് മുണ്ടാണ്ടിരിക്കാൻ. അപ്പോൾ എനിക്ക് പേഴ്സണൽ വിഷമമായിരുന്നു. നമ്മൾ കാശ് കൊടുത്ത് ഇത്രയും വിഷമം ഏതെങ്കിലും സർജറി ചെയ്തിട്ടുള്ളത് ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഭാവം അത് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ അത് കോളാണ്, അത് വാട്സ്ആപ്പ് കോളാണ്. ഈ കുട്ടി റെക്കോർഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. വാട്സ്ആപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. എനിക്ക് അന്നത്തെ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതെനിക്ക് അറിയില്ല, ഞാൻ എനിക്കത് അറിയില്ല. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ സർജറി ചെയ്തതാണ്, ഞാൻ സർജറി കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലാണ്, റെസ്റ്റിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പ്രൂഫ് കാണിക്കാം. അപ്പോൾ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഒരു നോണയല്ല പറയുന്നത്, എനിക്ക് നോണ പറയാൻ ഞാൻ പറഞ്ഞ കാര്യം സത്യമായിട്ട് പറഞ്ഞത്. ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ പുറത്താണ് എനിക്ക് കാണണ്ടാണ്. കാണണ്ട എന്ന് പറഞ്ഞ കൊച്ചിനെ പിന്നെ എന്തിനാ തുറന്ന് കാണിച്ചേ? അവൾക്ക് കാണണ്ട, അവൾക്കത് താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളത് വിടണമായിരുന്നോ? അത് വിടാതെ അവളുടെ പെർമിഷൻ ഇല്ലാതെ അവൾ കാണണ്ട എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ തുറന്ന് കാണിക്കേണ്ട ആവശ്യം എന്തുവാ? ഹെലൻ ഞാൻ പുറത്താണെന്ന് പറഞ്ഞിട്ടും നീ വീഡിയോ കോൾ ഓൺ ചെയ്യേണ്ട, ഞാൻ ഓൺ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഊരിക്കാണിച്ചത്? എന്നിട്ട് നിങ്ങൾ അത് ഒരു ഉളുപ്പും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞേക്കുന്നു. ഇതിനെ നിങ്ങൾ എങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കൂടെ നിന്നിട്ട് കുറേ എണ്ണങ്ങളും കുറേ വിളമ്പുന്നത് ഞാൻ കണ്ടായിരുന്നു. ഉളുപ്പില്ലാത്ത വർഗം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല ഇതിനൊക്കെ. ആ തമിഴത്തിയുടെ വായിന്ന് തമിഴോ തെലുങ്കോ എന്തോ ആ സാധനം ആ തളയുടെ വായിന്ന് വരുന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലോ, വെറുപ്പ് തോന്നിപ്പോയി. അമ്മാതിരി വൃത്തികേടാണ് ആ സ്ത്രീ വിളിച്ചു പറയുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വഴി അധികം വൈകാതെ അടുത്ത പണി നിങ്ങൾക്ക് കിട്ടിക്കോളും. അതാണ് നടക്കാൻ പോകുന്നത്. ശരി എന്നാൽ.